ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നോട് ഭയങ്കര സ്നേഹ, അതിലും കൂടുതൽ ബഹുമാനം. എന്നാ പ്രേമം എന്ന വാക്കിന്റെ അർത്ഥം ഈ രാജന് അറിയില്ലേ? കുഞ്ഞുമോളെ, അമ്മ എന്തോന്നും മിണ്ടാത്ത? എന്തോ മിണ്ടാനാ? മുടിഞ്ഞ ഫുഡായിരിക്കും. പിന്നെ ഓണക്കോടിയും കിട്ടും. പോണം, എല്ലാരും പോണം. അവരെ ക്ഷണിച്ചത് അവരുടെ മര്യാദ. പക്ഷേ എല്ലാവരും കൂടെ പോണ്ടെന്നാ എന്റെ ഒരു അഭിപ്രായം. അയ്യോ, അത് വർമ്മ സാറിന് വലിയ സങ്കടമാവില്ലയോ രാധമ്മേ? ഒരു മന്ത്രിയെ കരയിപ്പിക്കുന്നത് വലിയ കഷ്ടമാണ് കേട്ടാ. നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. നിങ്ങളുടെ പേട്ടതുള്ളേ ഒരു കാരണവശാലും കൊണ്ടുപോകത്തില്ല. നമ്മളെ നോട്ടിച്ചു കളയും. ഇവരെ ഞാൻ പരിസരത്ത് അടുപ്പിക്കില്ല. എന്താ ഒരു കുശൂശൊപ്പും കുത്തിത്തിരിപ്പൊക്കെ? കിടക്കയ്ക്ക് പുറത്തും തലയണ മന്ത്രമായോ? അങ്ങനെ തലയുടെ മന്ത്രം അല്പസൂത്രമൊന്നും അല്ലമ്മേ. പിന്നെ പ്രിയയുടെ അമ്മ പറയുന്നത് ശരിയെന്ന് നിങ്ങൾ പരസ്പരം പറയായിരുന്നു. നിങ്ങൾ പോയാ മതി, ഞാനില്ല. അത് മതിയമ്മേ. ഞാനും ചേട്ടനും രാജും കൂടെ പോവാം. നിങ്ങളൊക്കെ ഇവിടെ നിന്നാ മതി. എന്താ അതങ്ങ് ഉട്ടോപ്പേ പോയി പറഞ്ഞാ മതി, ഞാൻ വരും. എന്റെ രാജുമോന്റെ വർമ്മ സാറ് ക്ഷണിച്ചതാ, പോകാതിരിക്കാൻ പറ്റുമോ? പോകുന്ന ദിവസേ നിങ്ങളെ ഞാൻ ഉറക്കക്കുളി അന്ന് കിടത്തും. ഞാൻ ഒത്തിരി മന്ത്രിമാരുടെ വീട്ടിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ചുമ്മാ പഴയ കേന്ദ്രമന്ത്രി കോലാഹൂർ റാവുത്തറുടെ വീട്ടിലെ 5 ദിവസം ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെയാണ് ഈ ഉണക്ക മന്ത്രി. അല്ല, അളിയന്റെ അമ്മ നിർബന്ധമായിട്ടും വരണം. വന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചോണ്ട് പോകും. അങ്ങനെ അവിടെ പറ മോനെ. ഇവിടെ കൊണ്ട് രമമന്തി. വാ മോനെ, വാ മോനെ. ഈ തള്ളം നല്ലൊരു ഓണക്കാല അലമ്പാക്കും. ഇവരെ പിടിച്ചോണ്ട് ഊളം പറയലാക്കണം. നീ വാ. എടാ ദീപകേ, എന്താ അമ്മേ? അല്ല, ഓണാഘോഷത്തിന് അവരവരുടെ ആളുകളെയൊക്കെ വിളിച്ചു. അപ്പോ നമുക്ക് നമ്മുടെ ആളുകളെ വിളിക്കണ്ടേ? അതിനിപ്പോ ആരാ നമ്മുടെ ആളുകള്? നമ്മുടെ ആളുകളായിട്ടല്ല, നമ്മളെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. ആവശ്യം കഴിഞ്ഞാ നമ്മൾ അവരെ എടുത്ത് കറിവേപ്പില പോലെ പുറത്തു കളയുകയും ചെയ്യും. ആ കറിവേപ്പിലകൾ ആരാണെന്ന് നിനക്കറിയില്ലേ? ആ രമ്യയും അവളുടെ അമ്മ രുക്മിണിയും. എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. നീ ചൂടാവാതടാ. കറിവേപ്പിലകളല്ലേ. നമുക്ക് നമ്മുടെ ശത്രുവായ ആ ഋതികയുടെ സ്വസ്ഥത കെടുത്തണ്ടേ? അതിന് ആ രമ്യ ഇവിടെ വേണം. അവളുടെ കൂടെ അവളുടെ അമ്മയെ ഇരുന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അല്ലാതെ രമ്യയ്ക്കും അവളുടെ അമ്മയ്ക്കും ഓണസദ്യ കൊടുത്തിട്ട് എനിക്കെന്ത് പുണ്യം? രമ്യ ഇവിടെ വരുന്നത് ഋതികയ്ക്ക് തലവേദനയാ. നമുക്ക് ഋതികയുടെ ഓണാഘോഷം തകർക്കണം. അതിനെ രമ്യ ഇവിടെ വന്നേ പറ്റൂ. എന്നാ ഞാൻ ക്ഷണിക്കട്ടെ അവരെ. ഇതിൽ എന്താണ് കൂടുതൽ ആലോചിക്കാനുള്ളത്? വിളിക്കവരെ. അമ്മേ, ഫോൺ. അതാ വരുന്നു. ഹലോ രുക്മിണി, എന്തുണ്ട് വിശേഷം? പലിശ പിരിച്ച് നടക്കുവാണോ? അല്ല, ഞാനിപ്പോ ദേ എന്റെ വീട്ടിലാ. രമ്യയില്ലേ അടുത്ത്? ഉണ്ട്, ഞാൻ ദേ അവക്ക് കൊടുക്കാം. അയ്യോ വേണ്ട, ഞാൻ രുക്മിണിയോടും കൂടി ഒരു കാര്യം പറയാനാ വിളിച്ചത്. പറ അംബികെ. ഇവിടെ വമ്പിച്ച ഓണാഘോഷമാ ഈ വരുന്ന 10-ാം തീയതി. രുക്മിണിയും രമ്യയും നിർബന്ധമായിട്ട് വരണം. ഓണാഘോഷോ?
അതെ, നിങ്ങൾ വന്നേ പറ്റൂ. കാരണം മറ്റു ചില വിശിഷ്ട അതിഥികൾ കൂടി ഇവിടെ വരുന്നുണ്ട്. രാജുവിന്റെ വീട്ടുകാര്. ഓ, രാജുവിന്റെ വീട്ടുകാരോ? അതെ, അവരുള്ളപ്പോ എന്തായാലും നിങ്ങളും വേണമല്ലോ. വരണം, ഇതൊരു ക്ഷണമായിട്ട് കരുതണം. അയ്യോ, 10-ാം തീയതി എനിക്ക് മറ്റു ചില പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വരില്ല, രമ്യ വിടാം. ഓ, ആയിക്കോട്ടെ, എന്നാ ശരി. ശരി. അവള് വരും. വർമ്മസാറിന്റെ വീട്ടിൽ ഓണാഘോഷം 10-ാം തീയതി. രാജുവിന്റെ വീട്ടുകാരുണ്ട്, നമ്മളെയും കൂടെ ക്ഷണിച്ചതാ. അമ്മ അങ്ങനെയാണെങ്കിൽ പോയേ പറ്റും. അല്ല അമ്മ വരുന്നില്ലേ? 10-ാം തീയതി രാവിലെ എനിക്ക് കിളിമാനൂര് വരെ പോണം. ഓണാഘോഷത്തിന് നീ മാത്രം പോയാ മതി. ചില നേരത്ത് എന്തൊരു സീരിയസ് ആയി രാജു. എന്നാ ആള് വെറും പാവ. എന്നോട് ഭയങ്കര സ്നേഹ, അതിലും കൂടുതൽ ബഹുമാനം. എന്നാ പ്രേമം എന്ന വാക്കിന്റെ അർത്ഥം ഈ രാജുന് അറിയില്ലേ? കുഞ്ഞുമോളെ, അതെന്താ? അതൊന്നുമില്ല മാമേ. അതൊന്നുമില്ലേ? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തോ ഉണ്ട്. നോക്കട്ടെ. ഞാനൊരു ഫോട്ടോ നോക്കിയതാ അമ്മമ്മ. ആ ഫോട്ടോ എനിക്ക് കണ്ടൂടെ? ഞാൻ നോക്കട്ടെ. അത് വെറുതെ ഒരു ഫോട്ടോ നോക്കിയതാ. വെറുതെ അങ്ങനെ ഒരു ഫോട്ടോ നീ നോക്കേണ്ട കാര്യം എന്താ? നോക്കട്ടെ, ഇങ്ങോട്ട് തന്നേ, നോക്കട്ടെ. ഈ ഫോട്ടോ അത് രാജുവിന്റെ ഫോട്ടോയാ. രാജുവിന്റെ ഫോട്ടോ നീ എന്തിനാണ് സൂക്ഷിക്കുന്നേ? അയ്യോ, ഞാൻ സൂക്ഷിച്ചതല്ല അമ്മമ്മേ. പിന്നെ സൂക്ഷിക്കാതെ ഇതെന്താ? പറന്നിതിനകത്തേക്ക് വന്നോ? അല്ല, അത് ദേ, തരികിടാ, ഈ അമ്മമ്മേടെ അടുത്ത് കാണിക്കണ്ട. ഇതൊക്കെ ഞാൻ എത്ര നേരത്തെ കണ്ടുപിടിച്ചാന്നോ? എന്നിട്ട് എന്നോട് നോണ.